ഉപ്പളയിൽ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാതെയായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വ്യാപാരികൾ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സഹായത്തോടെ ബസ്സുകൾ തടഞ്ഞ് സ്റ്റാൻഡിലേക്ക് കടത്തിവിടുകയാണ് വ്യാപാരികളും സന്നദ്ധ സംഘടനകളും. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഉപ്പളയിൽ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാതെയായിട്ട് 4 മാസത്തിലേറെയായി. ഇതോടെ ബസ് സ്റ്റാൻഡിനകത്തെ വ്യാപാരികൾ ദുരിതത്തിലായിരിക്കുകയാണ്. യാത്രക്കാരും വ്യാപാരികളും നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ അടക്കം കണ്ട് പരാതി ബോധിപ്പിച്ചിരുന്നു. ദേശീയപാത വികസനം പൂർത്തിയായിട്ടും ഉപ്പള നഗരത്തിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടായിട്ടില്ല. ഇരുവശത്തും സർവീസ് റോഡരികിൽ KSRTC സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിർത്തിയിടുന്നതാണ് ഇതിന് പ്രധാന കാരണം. ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറാത്തതിനാൽ യാത്രക്കാർ റോഡരികിൽ പൊരിവെയിലത്തും മഴയത്തും കാത്തുനിൽക്കേണ്ട അവസ്ഥയിലാണ്. ബസ് സ്റ്റാൻഡിൽ കാത്തുനിൽക്കുന്നവർ ബസ് വരാത്തതിനാൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂട്ടി ബസ്സിനരികിൽ എത്തുമ്പോൾ ബസ് പോകുന്ന അവസ്ഥയുമാണുള്ളത്. ബസ് സ്റ്റാൻഡിലുള്ള വ്യാപാരികൾ കച്ചവടമൊന്നുമില്ലാതെ വാടക പോലും കൊടുക്കാനാവാത്ത പ്രയാസത്തിലാണ്. ഉപ്പള ബസ് സ്റ്റാൻഡിലേക്ക് കഴിഞ്ഞ 1 വർഷത്തോളമായി പ്രൈവറ്റ് ബസ് KSRTC ബസ്സുകളൊന്നും പ്രവേശിക്കാത്ത കാരണം കൊണ്ട് അവിടുത്തെ വ്യാപാരികളുടെ പ്രതിസന്ധിയിലാണ്. ഇത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പഞ്ചായത്ത്, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, പിന്നെ നാട്ടുകാർ എല്ലാം കൂടിയിട്ടാണ്. എന്തുകൊണ്ട്? കാരണം അവിടെയുള്ള അവർക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല, ബസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പബ്ലിക് ഇതില്ല. അപ്പം അതുകൊണ്ട് ഇനി ഇത്തരം നടപടികൾ എന്ത് വില കൊടുത്തു പോലീസിന്റെ സഹകരണത്തോടു കൂടി, എല്ലാവരുടെ സഹകരണത്തോടു കൂടി ഇനി അകത്തേക്ക് ബസ് പ്രവേശിച്ച് പറ്റും. KSRTC അടക്കമുള്ള മുഴുവൻ ബസ്സുകളും ഉപ്പള ബസ് സ്റ്റാൻഡിൽ കയറാതെയുള്ള ഓട്ടം തുടരുന്നത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടം നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുത്തതോടെ വരും ദിവസങ്ങളിലും സ്റ്റാൻഡിലേക്ക് ബസ്സുകളെ കടത്തിവിടാൻ ബസ് സ്റ്റാൻഡിന് സമീപം പൊതുപ്രവർത്തകരടക്കം നിലയുറപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം പെരിങ്കടി, ഷെരീഫ് TA, വ്യാപാരി പ്രതിനിധികളായ അബു തമാം, ഹനീഫ് IK തുടങ്ങിയവരാണ് ബസ്സുകളെ സ്റ്റാൻഡിൽ പ്രവേശിപ്പിക്കാൻ നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.